നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഗെയിം ഓൺ ഇൻ ചിന്നസ്വാമി. യെസ്, കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന GT ആണ്. പക്ഷെ അവസാനത്തെ 3-4 ഓവറുകളിൽ നല്ല രൂപത്തിൽ തന്നെ RCB പിടിച്ചു. ശരിക്കും അവസാന ഓവറിൽ 10-18 റൺസ് പോയി എന്നത് ഒഴിച്ചാൽ അതിനു മുമ്പുള്ള 2-3 ഓവറുകളിൽ നന്നായിട്ട് പിടിച്ചതുകൊണ്ട് ഒരു 210-220 മുകളിലൊക്കെ പോകേണ്ടിയിരുന്ന GTയുടെ സ്കോറിനെ 205 ഒതുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ഇന്നിങ്സിലെ ഹൈലൈറ്റ് അത് സായി സുദർശൻ്റെ ഇന്നിങ്സാണ്. നോക്കുക നിങ്ങൾ, 58 പന്തുകൾ, 11 ഫോറും 5 സിക്സറും അടക്കം 172.41 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം സെഞ്ചുറി കുറിച്ചു. ഈ സീസണിൽ അത്രയൊന്നും വലിയ മികവിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം ഈ ഒറ്റ ഇന്നിങ്സ് കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നു. 2024 അദ്ദേഹത്തിന് IPL സെഞ്ചുറി ഉണ്ട്, 2025 IPL സെഞ്ചുറി ഉണ്ട്, 2026 സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന GTക്ക് വേണ്ടി ശുഭൻ ഗില്ലും സായി സുദർശനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. തുടക്കത്തിലൊക്കെ സായി സുദർശൻ മാത്രമാണ് സ്ട്രൈക്ക് എടുത്തിരുന്നത്. 5 ഓവറൊക്കെ പൂർത്തിയാകുമ്പോൾ 3-4 പന്തുകൾ മാത്രമാണ് ഗില്ല് നേരിട്ടിരുന്നത്. എന്നാൽ മികച്ച രൂപത്തിൽ തന്നെ സായി സുദർശൻ സ്കോർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഒടുവിൽ ശുഭൻ ഗില്ല് വീഴുമ്പോഴേക്കും അവർ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. 24 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 32 റൺസ് എടുത്ത ശുഭൻ ഗില്ല് സുയാഷ് ശർമ്മയുടെ പന്തിൽ ദേവദത്ത് പടിക്കൽ പിടിച്ച് പുറത്താവുകയായിരുന്നു. പിന്നെ വന്നത് ജോസ് ബട്ട്ലറാണ്. ജോസ് ബട്ട്ലർ 16 പന്തുകൾ 2 ഫോറും 1 സിക്സും അടക്കം 156.25 സ്ട്രൈക്ക് റേറ്റിൽ 25 റൺസാണ് അടിച്ചത്. വാഷിംഗ്ടൺ സുന്ദറും ജെയ്സൺ ഹോൾഡറും പുറത്താകാതെ നിന്നു. സായി സുദർശൻ 58 പന്തുകൾ 11 ഫോറും 5 സിക്സും അടക്കം 100 റൺസിൻ്റെ സൂപ്പർ ഇന്നിങ്സ് കളിച്ചു. ഒടുവിൽ ജോഷ് ഹേസൽവുഡിൻ്റെ പന്തിൽ കോട്ടാൻ ബൗൾഡായിട്ട് മടങ്ങിയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ 12 പന്തുകൾ 1 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം കുറിച്ചത് 19 റൺസാണ്. ജെയ്സൺ ഹോൾഡർ അദ്ദേഹത്തെ ഈ ഒരു കളിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തീർച്ചയായിട്ടും ടീമിന് ഗുണകരമായി മാറിയിട്ടുണ്ട്. 1 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 10 പന്തിൽ നിന്ന് 23 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. മികച്ച രൂപത്തിലുള്ള ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് സായി സുദർശൻ നടത്തി. അതിൻ്റെ ഫലമാണ് ഈ ഒരു സ്കോർ. തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയ സ്കോറിലേക്ക് പോകാമായിരുന്നു. അവസാന ഘട്ടത്തിലൊന്ന് സ്ലോ ആയി പോയി GT എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനിയുള്ള ചോദ്യം, ഈ സ്കോർ മതിയാകുമോ RCBയെ പിടിച്ചു കെട്ടാൻ എന്നുള്ളതാണ്. ഈ പിച്ചിൽ അത്ര എളുപ്പമല്ല സ്കോറിംഗ് എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലെ GTയുടെ ബാറ്റിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. 206 റൺസ് വേണം വിജയിക്കാൻ. കഴിയുമോ RCBക്ക്? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.